വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGSന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കലാ സാംസ്കാരിക മേഖല എന്ന് പറയുന്നത്. അപ്പൊ കലകളെ കുറിച്ച് നമ്മൾ ഇന്ത്യയിലെയും കേരളത്തിലെയും കുറേയധികം കലാരൂപങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കലാരൂപങ്ങള്, സംഗീത ഉപകരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നമ്മൾ വേറൊരു ഭാഗം നമുക്ക് ഇവിടെ പഠിക്കാണ്ട്, അതായത് കലാ രംഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള സംഗീത നാടക അക്കാദമി, സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, കേരള കലാമണ്ഡലം, സ്കൂൾ ഓഫ് ഡ്രാമ, അങ്ങനത്തെ കുറച്ച് സ്ഥാപനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത് എന്നാ വന്നേ, അല്ലെങ്കിൽ ആരാ കൊണ്ടുവന്നേ, അത്തരം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ കലാ സാംസ്കാരിക മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശസ്ത സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരള കലാമണ്ഡലത്തെ കുറിച്ചാണ്. അപ്പൊ കേരള കലാമണ്ഡലം എന്നാ സ്ഥാപിതമായത്, അതിന് എന്താ പറയാ, കൽപ്പിത സർവകലാശാല പദവി കിട്ടിയത് എന്നാണ്, അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മളോട്, അല്ലെങ്കിൽ അത് എവിടെയാ കാണപ്പെടുന്നത്, അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും നമുക്ക് ആ ഭാഗത്തെക്കുറിച്ചൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം, ഈ സാംസ്കാരിക മേഖലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച്. അങ്ങനെ 1927 ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് കേരള കലാമണ്ഡലം നിലവിൽ വരുന്നത്. ഇങ്ങനെ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് കേരള കലാമണ്ഡലം രജിസ്റ്റർ ചെയ്യാണ് 1927 എന്ന് മനസ്സിലാക്കിക്കോളൂ. എന്നാൽ കേരള കലാമണ്ഡലത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയത് 1930 നവംബർ മാസം 9-ാം തീയതിയാണ്. ഉദ്ഘാടനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ 1927 ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നിലവിൽ വന്ന കേരള കലാമണ്ഡലം 1930 നവംബർ മാസം 9-ാം തീയതി ഒരു എന്താണ് ഔദ്യോഗികമായിട്ട് അതിന്റെ ഇനോഗ്രേഷൻ നടക്കുകയാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, എന്താണ്, ചെറുതുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിൽ, വളരെ പ്രധാനമാണ്, ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗറിലാണ് ഇത് കാണപ്പെടുന്നത്. ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. 1930 നിലവിൽ വന്ന കേരള കലാമണ്ഡലം അല്ലെ, 1930 നിലവിൽ വന്ന കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിരി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗറിലാണ്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ? വള്ളത്തോൾ നാരായണ മേനോനാണ്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് ഇതിന്റെ സ്ഥാപകൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ശരിക്കും പറയുകയാണെങ്കിൽ വള്ളത്തോൾ നാരായണ മേനോൻ മണക്കുളം മുകുന്ദരാജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ മണക്കുളം മുകുന്ദരാജ എന്ന് പറയുന്ന വ്യക്തിയുടെ, മണക്കുളം മുകുന്ദരാജ എന്ന് പറയുന്ന വ്യക്തിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും മണക്കുളം മുകുന്ദരാജയെ പറയാറില്ല, വള്ളത്തോൾ നാരായണ മേനോനെ തന്നെ പറയാറുള്ളൂ. അങ്ങനെ 1930 സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് 2007 ഡീംഡ് യൂണിവേഴ്സിറ്റി അഥവാ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചു. അപ്പൊ കൽപ്പിത സർവകലാശാല പദവി കേരള കലാമണ്ഡലത്തിന് കിട്ടിയ വർഷം എന്നാണ്? 2007 ഇനി ഈ എന്താ പറയാ, കേരള കലാമണ്ഡലത്തിന് UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചത്, UGCയുടെ എ കാറ്റഗറി പദവി ലഭിച്ചത് 2010 അപ്പൊ UGCയുടെ എ കാറ്റഗറി പദവി 2010 ആർക്ക് ലഭിക്കുകയുണ്ടായി? നമ്മുടെ കേരള കലാമണ്ഡലത്തിന് ലഭിക്കുകയുണ്ടായി. കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം 1955 കേരള കലാമണ്ഡലം സന്ദർശിക്കുകയുണ്ടായി. 1955. അപ്പൊ ഇത്രയാണ് കേരള കലാമണ്ഡലം. വള്ളത്തോൾ നാരായണ മേനോൻ മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോടുകൂടി 1927 ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി ആരംഭിച്ച കേരള കലാമണ്ഡലം 1930 നവംബർ മാസം 9-ാം തീയതി തൃശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 2007 കൽപ്പിത സർവകലാശാല പദവിയും 2010 UGCയുടെ എ കാറ്റഗറി പദവിയും ലഭിച്ചു. ഇനി കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ്. സന്ദർശിച്ച വർഷം 1955. അടുത്ത സ്ഥാപനത്തിന്റെ പേര് കേരള സാഹിത്യ അക്കാദമി എന്നാണ് അല്ലെ. കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം
നമ്മളോട് പലപ്പോഴും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, കറണ്ട് അഫയേഴ്സിൽ അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ഇന്ത്യയില് ഒരു പ്രാദേശിക തലത്തിൽ, ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ രൂപം കൊണ്ട, ആദ്യമായിട്ട് രൂപം കൊണ്ട സാഹിത്യ അക്കാദമി, ഇന്ത്യയിൽ പ്രാദേശിക തലത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമിയാണ്. 1956 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, 1956 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇത് സ്ഥാപിക്കുന്നത്. എന്നാൽ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത് 1956 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. എവിടെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാലും 56 പക്ഷെ അത് ഒക്ടോബർ 15 പറയും. ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ 15 ഇനോഗ്രേഷൻ നടന്നത് ഒക്ടോബർ 15 സ്ഥാപിതമായത് 1956 ഓഗസ്റ്റ് 15 തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പൊ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് എന്ന് മനസ്സിലാക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പ്രസിദ്ധീകരണങ്ങളുണ്ട്, അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഒന്ന് സാഹിത്യലോകം എന്നത്. എന്താണ് സാഹിത്യലോകം? അടുത്തത് സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, അതുപോലെ തന്നെ സാഹിത്യ ചക്രവാളം. മലയാളം ലിറ്ററേച്ചർ സർവേ. എന്താണ് മലയാളം? മലയാളം ലിറ്ററേച്ചർ സർവേ, മലയാളം ലിറ്ററേച്ചർ സർവേ. അപ്പോ ഇതൊക്കെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15 തൃശ്ശൂർ ജില്ലയിൽ സ്ഥാപിതമായി എങ്കിലും 1956 ഒക്ടോബർ 15 ഇനോഗ്രേറ്റ് ചെയ്തത്. ഇനോഗ്രേഷൻ നടത്തിയത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്ററേച്ചർ സർവേ തുടങ്ങിയവ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ സാഹിത്യ അക്കാദമി കഴിഞ്ഞാൽ കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയാണ് അടുത്തത്. കേരള സംഗീത നാടക അക്കാദമി 1958 സ്ഥാപിതമായത്. 58 ഏപ്രിൽ 26 വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. തൃശ്ശൂർ ജില്ലയിൽ ചെമ്പൂക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം. 1958 ഏപ്രിൽ മാസം 26 തീയതി തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവിലാണ് കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വരുന്നത്. കേരള സംഗീത നാടക അക്കാദമി ഇനോഗ്രേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു ആണ്. അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണത്തിന്റെ പേര് കേളി എന്നാണ്. എന്താണ്? കേളി എന്നാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി. ഇതിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? മങ്കു തമ്പുരാനാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്നൊന്ന് ഓർത്തു വെച്ചോളൂ, മങ്കു തമ്പുരാനാണ്. ഇനി അടുത്തത് കേരള ലളിത കലാ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം. ലളിത കലാ അക്കാദമി. കേരള ലളിത കലാ അക്കാദമിയുടെ നിലവിൽ വന്നത് 1962 തന്നെയാണ്. 1962 തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് തന്നെയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. ഈ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? MV. എന്താണ്? MV എം ആണ്. എം രവി വർമ്മരാജ. MV അല്ല, രവി വർമ്മരാജ. ഇത് എവിടെയാണെന്ന് മാത്രമേ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. എവിടെയാണെന്നുള്ളതും അതുപോലെ തന്നെ വർഷവും. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ചെമ്പൂക്കാവാണ്. 1962 നിലവിൽ വന്നു. അടുത്തത് ഇതുപോലെ തന്നെ വേറൊരു സ്ഥാപനത്തിന്റെ പേരാണ് സ്കൂൾ ഓഫ് ഡ്രാമ. ഏതാണ്? സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് അതിന്റെ പേര്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? 1977 സ്കൂൾ ഓഫ് ഡ്രാമ നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക. തൃശ്ശൂർ ജില്ലയിലെ അരണാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത്, തൃശ്ശൂർ ജില്ലയിൽ അരണാട്ടുകരയിലാണ് എന്ത്? സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു സ്ഥാപനം കൂടി ഉണ്ട്, അതിന്റെ പേര് ഗുരു ഗോപിനാഥ്
ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഗുരു ഗോപിനാഥ് നടനഗ്രാമം എന്നാണ് അതിന്റെ പേര്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിതമായത് 1995-ലാണ് തിരുവനന്തപുരം ജില്ലയില് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത്. വട്ടിയൂർക്കാവാണ് ഇത് സ്ഥാപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള വേറൊരു ചോദ്യം, ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ്. കേരള നടനം എന്നുള്ളതാണ്. എന്താണ്? കേരള നടനം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം മണക്കുളം മുകുന്ദരാജയുടെ സഹായത്തോടു കൂടി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 1927 ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നിലവിൽ വന്ന സ്ഥാപനം 1930 നവംബർ മാസം 9 ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്യുന്നു. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി ഗ്രാമത്തിൽ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അത് 2007 കൽപ്പിത സർവകലാശാലയായി മാറുകയും 2010 UGCയുടെ എ കാറ്റഗറി പദവി ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയില് കേരളത്തിലെ കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത് നമ്മൾ പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് കേരള സാഹിത്യ അക്കാദമി. 1956 ഓഗസ്റ്റ് 15 തൃശൂർ ജില്ലയിൽ സ്ഥാപിതമായി എങ്കിലും 1956 ഒക്ടോബർ 15 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്ററേച്ചർ സർവേ തുടങ്ങിയവ. ഇനി കേരള സംഗീത നാടക അക്കാദമി 1958 ഏപ്രിൽ 26 തൃശൂർ ജില്ലയിൽ ചെമ്പൂക്കാവിലാണ് ഇത് സ്ഥാപിതമായത്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഉദ്ഘാടകൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് കേളി. അടുത്ത കേരള ലളിതകലാ അക്കാദമിയാണ്. 1962 ചെമ്പൂക്കാവ് ആരംഭിച്ച ലളിതകലാ അക്കാദമി തൃശൂർ ജില്ലയിലെ ചെമ്പൂക്കാവ് ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് M. രവി വർമ്മരാജയാണ്. അടുത്ത 1977 തൃശൂർ ജില്ലയിൽ അരണാട്ടുകരയിൽ സ്ഥാപിച്ചതാണ് സ്കൂൾ ഓഫ് ഡ്രാമ. 1977 തൃശൂർ ജില്ലയിൽ അരണാട്ടുകരയിൽ സ്കൂൾ ഓഫ് ഡ്രാമ ആരംഭിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ തൃശ്ശൂരാണ്. സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ ഒക്കെ തന്നെ എവിടെയാണ്? തൃശ്ശൂരാണ്. എന്നാൽ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എന്നറിയപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1995 ഗുരു ഗോപിനാഥ് ആണ് അത് ആരംഭിക്കുന്നത്. ഈ ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കേരള നടനം എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരള നടനം എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്ക് കേരളത്തിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിൽ ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംഗീതവും നൃത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കേരളത്തിലെ പക്ഷെ അത് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പൊ കേരളത്തിലെ സാംസ്കാരികപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.